ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ സുഖിയനാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുപയർ 1.5 കപ്പ്, ശർക്കര 150 ഗ്രാം, തേങ്ങ 1 കപ്പ്, പഴം 2 എണ്ണം, ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ, മൈദ 1 കപ്പ്, അരിപ്പൊടി 1/2 കപ്പ്, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ശർക്കര ഞാൻ ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ശർക്കര പാനി ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ഒരു 100 ഗ്രാം ശർക്കര എടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അരിച്ച് എടുത്ത് വെച്ചേക്കുന്നതാണിത്. എന്നിട്ട് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഈ ശർക്കരയും തേങ്ങയും നന്നായിട്ടൊന്ന് കട്ട പിടിക്കുന്ന പോലെ ആകണം. എന്ന് വെച്ചാൽ കട്ടയാകില്ല, ആ വെള്ളമയം എല്ലാം ഒന്ന് മാറിയിട്ട് വരണം. ഞാനിവിടെ 1 കപ്പ് ചെറുപയർ പരിപ്പ് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ശർക്കര ഇടയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുണ്ട്, നന്നായിട്ട് ഒത്തിരി കുഴഞ്ഞു പോയിട്ടുമില്ല. നമ്മൾ ചെറുപയർ വേവിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഉപ്പും കൂടെ ചേർക്കണം. ഒത്തിരി ഉപ്പാവില്ല, കുറച്ച് ഉപ്പ് ഇട്ട് വേവിച്ചെടുക്കണം. അല്ല, ഇപ്പം നമ്മുടെ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ചൂടാറുമ്പോൾ ഇത് ഇച്ചിരിയും കൂടെ ഒന്ന് ഡ്രൈ ആകും. ഇപ്പം നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള പരുവത്തിലായിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് പയറിൻ്റെ ചൂടാറുന്ന സമയം കൊണ്ട് അതിന് വേണ്ട ബാറ്റർ ഉണ്ടാക്കാം. ഞാനിവിടെ മൈദ എടുത്തിട്ടുണ്ട്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ്. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഞാൻ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തേക്കുന്നത്. പത്തിരിയുടെയൊക്കെ അപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ് ചേർത്തേക്കുന്നത്. പിന്നെ ആ ബാറ്ററിന് നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഇച്ചിരി ക്രിസ്മസ് കിട്ടാൻ വേണ്ടി ഞാൻ ഇച്ചിരി ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ചേർക്കാം. ഞാനിവിടെ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. പിന്നെ നമുക്കിതിന് വേണ്ട ഉപ്പ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പയറിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കണം. ഞാനിവിടെ നമ്മുടെ ഈ പയറിൻ്റെ കൂടെ ചെറിയ പഴംകുടമ്പഴമല്ല, ഇത് ഞാലിപ്പൂവൻ പഴമില്ല, അതിന് ചെറിയ ചെറിയ പീസാക്കി മുറിച്ച് ഒത്തിരി പഴുത്ത് പോകാത്തത് കുറച്ച് ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഒരു പഴം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറുതായിട്ട് നുറുക്കി ഇതിൻ്റെ അകത്തിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കണം. ഇങ്ങനെ ഓരോ ഉരുളയ്ക്കകത്ത് 2-3 ചെറിയ കഷ്ണം കിട്ടുമ്പം കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതിന്. അങ്ങനെ നമ്മുടെ പയറിൻ്റെ ബോൾസ് എല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൈദാമാവിൻ്റെ അത് മുക്കി വറുത്തെടുക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം.
എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഈ മാവിൽ മുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം തീയിൽ വെച്ച് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ മാവിൻ്റെ അകത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സുഖിയന് നല്ല മഞ്ഞ കളർ വരും. ഇപ്പം മൂത്ത് വരുമ്പോൾ തന്നെ മഞ്ഞ കളർ വരും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ സുഖിയൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതങ്ങ് കോരിയെടുക്കാം. നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ സുഖിയൻ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ പഴം ചേർത്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്